കൂട്ടുകാരെ, ഇതാണ് മുക്കുറ്റി. നിങ്ങൾക്കറിയാമായിരിക്കും അല്ലേ? ദശപുഷ്പത്തിലെ ഒരു പുഷ്പമാണിത്. ഇതും പൂന്തോട്ടത്തിലൊക്കെ നിന്നെന്നും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. നമുക്കിതുകൊണ്ട് കുറേ ഉപയോഗങ്ങളുണ്ട്. ഏറ്റവും ഒരെണ്ണം ഇന്ന് പറഞ്ഞു തരാം. അതായത് ചുമയില്ലേ, നിർത്താതെ ചുമയ്ക്കുന്ന ചുമ, അതായത് അലർജി മൂലമൊക്കെ ഇപ്പം കുട്ടികളിലൊക്കെ ഇത് കാണുന്നുണ്ട്. രാവിലത്തെ തണുപ്പ് മൂലമൊക്കെ അല്ലേ? നിങ്ങൾ കുറേ ആയുർവേദം, അലോപ്പതി, ഹോമിയോ ഒക്കെ കഴിച്ചിട്ട് മാറാത്ത ചുമ. നിങ്ങളൊന്ന് നോക്കിക്കേ, ഇതിലൊരു 5 എണ്ണം നോക്കി പറിക്കണം. ചില സ്ഥലത്ത് ഇത് കുറേ വലിപ്പമായിട്ടൊക്കെ നിൽക്കുവേ. അത് ആ മണ്ണിൻ്റെ ഘടനയും കാലാവസ്ഥയുടെ ഇതൊക്കെ അനുസരിച്ച് ചില സ്ഥലം വളരെ ചെറുതാണിതല്ലേ. അങ്ങനെയൊക്കെ ആകുമ്പം എണ്ണം കൂട്ടി പറിക്കുക. കണ്ടോ, ഇത് നമ്മളിപ്പം കാട്ടിലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് എല്ലാം ഗുണം ഒന്ന് തന്നെയാണ്. ചെറിയതാണ്, അത് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. നമ്മുടെ കാട് അവിടെ ഇവിടെയൊക്കെ കാണും, മുറ്റത്തും പരിസരത്തൊക്കെ ആയിട്ട് ഇവ കാണും. അപ്പോൾ ശ്രദ്ധിച്ച് പറിക്കുക. അതിനാണ് ഞാനിത് ഇങ്ങനെ കാടിനിടയിലുണ്ടത് കാണിക്കാൻ വേണ്ടിയാണ് ഭാഗം കാണിച്ചത്. അപ്പോൾ അതിനെ എടുത്തുകൊണ്ട് വന്നിട്ട്, അത് നമ്മുടെ പഴമക്കാർ പറയുന്നതെന്നറിയോ, ഇത് മിണ്ടാതെ പറിക്കണമെന്നാണ് പറഞ്ഞാൽ. എന്നാലേ ഇത് പറിക്കാൻ പോകുമ്പോൾ നമ്മൾ നല്ല ശുദ്ധവൃത്തിയോട് കൂടി മിണ്ടാതെ പോയി പറിച്ചിട്ട് വരിക. എന്നിട്ട് ആ വേരൊക്കെ കഴുകി പച്ചവെള്ളത്തിൽ നന്നായിട്ട് കഴുകിയതിന് ശേഷം നിങ്ങളൊരു 5 എണ്ണം ഇതെടുക്കുക. 5 കുരുമുളക്, 5 എണ്ണം 5 കുരുമുളക്, ഇതേക്കൂട്ട് 5 എണ്ണോ 5 കുരുമുളകും കൂടി എടുത്തിട്ട്, നമ്മുടെ നേരത്തെ അരകല്ലേ വെച്ചാലേ ഒരകല്ലില്ലേ, അങ്ങനെയുള്ള എന്തിനേലും ഇത് അരച്ചെടുക്കണം. നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം രാവിലെ വെറും വയറ്റിൽ ഇത് കഴിക്കുക. അതിന് ശേഷം കുറച്ച് കഴിഞ്ഞതിന് ശേഷം വെള്ളമൊക്കെ കുടിക്കാം. അതിൻ്റെ കൂടെ വെള്ളം കുടിക്കരുത് കേട്ടോ. 5 എണ്ണമാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. എന്നിട്ട് നിങ്ങളുടെ ചുമ മാറുന്നുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് നിങ്ങളൊന്ന് അറിയിച്ച് തന്നെ. നന്നായിട്ട് നമുക്കിത് മാറും. ഞങ്ങളുടെ കുടുംബത്തൊരു വൈദ്യരുണ്ടായിരുന്നു. പുള്ളി പറഞ്ഞു തന്നാണ് ലാസ്റ്റ് കുറച്ച് മരുന്നുകൾ, അങ്ങനെ കുറേ അല്പം ഒക്കെ കുറേശ്ശെ അറിയാം. അത് നിങ്ങൾ എന്നെ കൂടി ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളിൽ എത്തിച്ചു തരാം. നിങ്ങളിതൊന്ന് നോക്കൂ. പിന്നെ നമ്മുടെ രക്തസമ്മർദ്ദത്തിനും അങ്ങനെ കുറേ കാര്യങ്ങൾ കൂടെ ഉണ്ട്. ഇന്ന് ഞാൻ ചുമയുടെ കാര്യം മാത്രമാണ് പറയുന്നത്. ഓരോന്നും ഇത് ഓരോ രീതിയിലാണ് കഴിക്കുന്നത്. ഓരോ അസുഖത്തിനും പാലിൽ കഴിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെയുണ്ട്. ഇതിപ്പോൾ നിങ്ങൾ കുരുമുളകും ഇതും കൂടി ഒന്ന് കഴിച്ച് നോക്കിയിട്ട് 21 ദിവസം ആകുമ്പോഴത്തേനും നമ്മുടെ ചുമ പരിപൂർണമായിട്ട് മാറുകയും പിന്നെ അത് വരികയില്ല. ഒരു 5 ദിവസമൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് ചുമയുടെ ഒരു വലിയ കഠിനമായ ചുമ കുറഞ്ഞ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത് ചുമയുള്ളവർ ഒന്ന് കഴിച്ച് നോക്കുക കേട്ടോ. ഇത് കഴിച്ചെന്ന് പറഞ്ഞാൽ ശരീരത്തിന് യാതൊരു ദോഷവും ഉണ്ടാവില്ല.